ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂണിക് ഡൈൻ. അപ്പോൾ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ മന്തിയൊക്കെ പോലെ ചെയ്യാൻ പറ്റിയ ഒരു അറബിക് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റുള്ള റൈസാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് കട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇനി ഇതിൻ്റെ 2 സൈഡിലും ഇതേപോലെ നല്ല ആഴത്തിലൊന്ന് വരഞ്ഞു കൊടുക്കുക. ഞാൻ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1.5 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതേ അളവിൽ 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പിടിയോളം, ഒരു കൈപ്പിടിയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും 3 കൂടി ചതച്ചെടുത്തതാണ്. പിന്നെ 2 മാഗിയുടെ ചിക്കൻ ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായി കൈകൊണ്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പണിയായിരിക്കും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ പൊടികളും ഈ എണ്ണയും അതുപോലെ തന്നെ മാഗിയുടെ ക്യൂബൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ബാക്കിയെല്ലാം പെട്ടെന്ന് മിക്സ് ആയിക്കോളും. മാഗിയുടെ ക്യൂബാണ് കുറച്ച് മിക്സ് ആവാൻ വേണ്ടി കുറച്ച് പണിയുണ്ടാവുക. ഇതെല്ലാം മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതാണ്. പിന്നെ അതിലേക്ക് 1/2 കപ്പ് മല്ലിയിലയും 1/4 കപ്പോളം പുതിനയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മസാലയും നമ്മളുടെ ഇലയും ക്യാപ്സിക്കവും ഒക്കെ കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു 1/2 മുറി ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ചെറുനാരങ്ങ നീരില്ലെങ്കിൽ ഒരു ടീസ്പൂണോളം വൈറ്റ് വിനെഗർ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ഈ മസാല നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അതിൻ്റെ ഉള്ളിലും ചിക്കൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ 2 സൈഡിലും നന്നായിട്ട് സൈഡുകളിലും ഒക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഇത് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 മുതൽ 1.5 മണിക്കൂർ വരെ ഒന്നത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അത്യാവശ്യം നമ്മൾ ടൈം എടുത്ത് തന്നെ വേവിക്കുന്നതുകൊണ്ട് നന്നായി വെന്ത് കിട്ടും. അപ്പം ഈ ഒരു പച്ചമുളകിൻ്റെയോ അല്ലെങ്കിൽ മുളക് പൊടിയുടെയോ ഒന്നും ഒരു ചുവയൊന്നും ഉണ്ടാവില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 3 കപ്പോളം അരി എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകിയിട്ട് കുതിർത്ത് വെക്കാൻ പോവാണ്. ഞാനിവിടെ മന്തി റൈസ് അല്ല എടുത്തത്, ഇന്ത്യ ഗേറ്റിൻ്റെ ബാസ്മതി റൈസാണ് എടുത്തത്. അപ്പം അതൊന്ന് കഴുകിയിട്ട് 1 മണിക്കൂർ, മാക്സിമം 1 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതി. ഇതൊന്ന് കുതിരട്ടെ. അപ്പോൾ നമ്മളുടെ ചിക്കൻ 1.5 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വേവാൻ വേണ്ടിയിട്ട് വെക്കാം. അതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു മിനിറ്റ്, അതായത് ഇതേപോലെ സൈഡുകളിലൊക്കെ ഒന്ന് തിള വരുമ്പം അതൊന്ന് ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കുക. അതിനുശേഷം ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും തിരിച്ചും മറിച്ചും ഇട്ട് വേവിക്കണം. ഇപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് തിരിച്ചിടാൻ വേണ്ടി പോവാണ്. ഇത് തിരിച്ചിട്ടാൽ അതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിക്കണം. അതേപോലെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് തിരിച്ചിടാം. രണ്ട് സൈഡും നന്നായിട്ട് വേവുന്നത് വരെ, നമ്മൾ മുറിച്ചിട്ടോ ഒന്നുമില്ലല്ലോ, അപ്പം വേവാൻ കുറച്ച് സമയം എടുക്കും. അപ്പം വേവുന്നത് വരെ നന്നായി തിരിച്ചു മറിച്ചിട്ട് തന്നെ വേവിക്കാം. ഇനി അത്യാവശ്യം വലിയൊരു പാത്രത്തിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും പിന്നെ ഒരു സ്പൂണ് കുരുമുളകും പിന്നെ ഗരം മസാലയും നമ്മളുടെ ഏലക്ക, ഗ്രാമ്പൂ, പട്ട ഇവയൊക്കെ ചേർത്തിട്ടൊന്ന് വെള്ളം തിളപ്പിക്കണം. നമ്മൾ ചോറ് വറ്റിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, ഇതേപോലെ വെന്തതിന് ശേഷം നന്നായി ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം വെള്ളം വെച്ചിട്ടുള്ളത്. ഏകദേശം തിളക്കാനാവുമ്പോൾ തന്നെ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. ബാസ്മതി റൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. മന്തി റൈസിൻ്റെ അത്രയും വേവില്ലാത്തതാണല്ലോ.
അപ്പോൾ പെട്ടെന്ന് തന്നെ വേവും. ഒരു 80% വേവായാൽ മതി, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോവും. അപ്പോൾ ഇതൊരു 80% വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഒരു അരിപ്പയിലോട്ട് മാറ്റാം. ഒരു 80% എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു അരി ചെറുതായിട്ടൊരു കടിക്കുന്ന രീതിയിലുള്ള ആ ഒരു വേവാണ്, അതിൽ കൂടുതൽ വേവാൻ പാടില്ല. അപ്പോൾ നമ്മളുടെ ഈ സമയം കൊണ്ട് നമ്മളുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മുമ്പേ റെഡി ആയതാണ്. ഞാനൊന്ന് റൈസ് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ്. ഇപ്പം ഗ്രേവി ഇല്ലാണ്ട് ഈ ചിക്കൻ മാത്രം നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് മാറ്റാം. രണ്ട് സൈഡ് നന്നായിട്ട് വെന്തതാണ്. അപ്പോൾ പാർട്സൊക്കെ ഒന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായി സൂക്ഷിച്ചിട്ട് പുറത്തേക്ക് എടുക്കുക. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഗ്രേവി ഉണ്ടല്ലോ, ആ ഗ്രേവിയിലാണ് ഇനി നമ്മൾ റൈസ് ഇട്ടിട്ട് ദം ചെയ്യാൻ പോകുന്നത്. റൈസിന് ഫ്ലേവറൊന്നും ഇല്ലല്ലോ, അപ്പം പ്ലെയിൻ റൈസ് അല്ലേ. അപ്പം ഇതിന് ഫ്ലേവർ കിട്ടുന്നത് പിന്നെ ഈ ഒരു ഗ്രേവിയിൽ നിന്നാണ്. അപ്പം കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നിരത്തി കൊടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുക്കുക. ഒത്തിരി ഓയിലൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ, ആകെ ഒരു 1/2 കപ്പ് മാത്രമേ നമ്മൾ ഈ ഫുള്ള് റൈസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം എല്ലാ റൈസും ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് ഒരു സ്റ്റീൽ പാത്രം വെച്ച് കൊടുക്കാം. നമുക്കൊരു ചാർക്കോൾ കത്തിച്ചിട്ട് ആ സ്റ്റീൽ പാത്രത്തിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കണം. അതിന് മുമ്പ് തന്നെ ഒന്ന് നമ്മൾ പച്ചമുളക് ഇഷ്ടമുള്ള, അതിൻ്റെ മണം ഇഷ്ടമുള്ള ആളാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് റൈസിലൊന്ന് കുത്തി കൊടുക്കാം. പിന്നെ കളറ് കിട്ടാനാണെങ്കിൽ മഞ്ഞളുടെ വെള്ളമോ അല്ലെങ്കിൽ ഫുഡ് കളറോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഏതെങ്കിലും ഒരു എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് സ്മോക്ക് വരുന്ന ആ ടൈമിൽ തന്നെ ഫോയിൽ വെച്ചിട്ട് നന്നായി ഒന്ന് കവർ ചെയ്തെടുക്കണം. സ്മോക്ക് പുറത്ത് പോകാൻ പാടില്ല. അപ്പം അത്രയും നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ലിഡ് വെച്ചിട്ട് ഒന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പച്ചമുളകൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അതൊന്ന് ആവിയിൽ വെന്തതാണല്ലോ. ഇനി നമ്മൾ ഈ സ്റ്റീൽ പാത്രം കൂടി ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം നന്നായി അടിയിലാണല്ലോ മസാല ഉള്ളത്. അപ്പോൾ മസാലയിലേക്ക് ഈ മുകളിലുള്ള റൈസും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എല്ലാ സൈഡിലേക്കും കുറച്ച് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള പാത്രം തന്നെ എടുക്കാം. നമുക്ക് ഈ റൈസ് വേവുന്നതിനനുസരിച്ച് വലിപ്പം കൂടുമല്ലോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിതെല്ലാ റൈസും ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അറബിക് ഫ്ലേവറിലുള്ള ഒരു റൈസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ് സെക്ഷനിലൂടെയോ അല്ലെങ്കിൽ മെസ്സേജായിട്ടോ എങ്ങനെയെങ്കിലും അറിയിക്കുക. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.